സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏകദൈവം എന്നീ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന, ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസം, അത് ദരിദ്രനാണോ ധനികനാണോ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ, അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്തറിന്റെ സുഗന്ധമില്ലാത്തവനാണോ, അവൻ ഷർട്ടിട്ടവനാണോ, അല്ലെങ്കിൽ ഷർട്ട് പാൻറ്റിട്ടവനാണോ, മുണ്ടുടുത്തവനാണോ പാൻറ്റിട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാന് ഇതിനൊരു മറുപടി പറയട്ടെ ബൈജു, ചിലപ്പോ കുറച്ചു കഴിഞ്ഞാൽ മറന്നു പോകും, കുറെ അങ്ങോട്ട് പോയിന്റുകൾ ആയി കഴിഞ്ഞാലേ. അതായത് ഏകദൈവത്തെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ആരാധിക്കുന്ന ഒരു രീതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അല്ല, TN പ്രതാപന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ മുസ്ലിം ആകത്തില്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നമ്മൾ പറയാ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. കാഷ്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആകില്ല. അപ്പൊ മീഡിയേറ്റർ വന്നു കഴിഞ്ഞു. അള്ളാഹു ഒരു കാര്യവും നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു മുഹമ്മദ് എന്ന മീഡിയേറ്ററെ വെച്ചിട്ടാണ്. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന സാക്ഷ്യവാക്യം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ എന്നാണ്. തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹു ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഉറപ്പിച്ചു പറയുവാണ്. ഇവനോടൊക്കെ ഇതാരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈക്വൽ ആണ്. ആദ്യം വരുന്നവൻ അതല്ല. പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാത്രം മതിയോ ഈ ഈക്വാലിറ്റി? ഇപ്പം ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബത്തിലെ ഒരാൾക്ക് ഹജ്ജിന് പോകണം, നടക്കുവോ? സമ്പന്നന് എത്ര വ്യഭിചാരവും കൂട്ടിക്കൊടുപ്പും നടത്തിയിട്ട് ഓടിപ്പോയി ഹജ്ജ് ചെയ്ത് ആ ഒരു കഅബാലയത്തിനകത്തൊന്ന് ചുറ്റി വരും, ഞാൻ കില്ല ഒന്ന് പിടിച്ച് കുലുക്കി പുറത്തേക്കണേ, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. പാവപ്പെട്ടവനോ അവിടെ ഇവിടെ ഈക്വാലിറ്റി. ഒരു സ്ത്രീയാണ് ഞാൻ, എന്നെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഈ ഇസ്ലാമിൽ എനിക്കെവിടെയാണ് ഈക്വാലിറ്റി? ഇല്ല. അപ്പൊ ഇവരൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാണെന്ന് കേരള ജനത തിരിച്ചറിയണം. കേരള ജനത തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ബാക്കി കൂടി കേൾക്കാം. ഇതിൽ നിന്ന് തുടങ്ങി ഏകദൈവത്തെ തുടങ്ങി ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ ഖുർആൻ പിന്നീട് ലോകത്തിൽ അരുൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ആളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാൻ ബൈജു, ഖുർആനിന്റെ പരിഭാഷ ഒരിക്കൽ പോലും ഈ മഹാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളത് പറയും. കാരണം യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ബഹുഭാര്യത്വവും ഒക്കെ നിറഞ്ഞ് അന്യമത വിരോധമെമ്പാടും വച്ച് പുലർത്തുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ സ്വാർത്ഥ രാഷ്ട്രീയം കളിക്കുന്ന ഒരാൾക്കല്ലാതെ കഴിയില്ല. നും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത് ഒന്ന്, ആധുനിക മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ കേട്ടത്. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വെറും മരപ്പൊട്ടന്മാരാണെന്ന് എല്ലാവരെക്കാളും ഏറെ ഈ കക്ഷിക്ക് അറിയാം. എന്ത് സമ്പൂർണ്ണ ഭരണഘടനയാണ് ഖുർആനെന്ന്? ഖുർആനിനകത്ത് എങ്ങനെ നമസ്കരിക്കണമെന്നില്ല, എത്ര സക്കാത്ത് കൊടുക്കണമെന്നില്ല,
എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്നില്ല. പോട്ടെ, ഈ ജെൻഡേഴ്സ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് ഇത് രണ്ടും മാത്രമേ അള്ളാഹുവിന് അറിയത്തുള്ളൂ. ഈ രണ്ടിനെ കുറിച്ചുമല്ലാതെ ഒരു മൂന്നാം ലിംഗക്കാരെ കുറിച്ച് ഖുർആനിലില്ല. കൊറോണയെ കുറിച്ചുണ്ടോ? ഇങ്ങനെ കൊറോണ വരും, പോട്ടെ, ഇങ്ങനെ കുറെ നിരീശ്വരവാദികൾ വരും, ഇസ്ലാമിനെ എയറിലാക്കുമെന്ന് അദൃശ്യമറിയുന്ന അള്ളാഹുവിന് പറഞ്ഞു വെക്കാൻ പാടില്ലായിരുന്നു. ഇത് ചീപ്പായിട്ടുള്ള ചില രാഷ്ട്രീയ കളി മാത്രമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് മതം പറഞ്ഞ് തൃശ്ശൂർ ഒന്ന് പിടിക്കണം. അതിന് സുരേഷ് ഗോപിയെ വീഴ്ത്തണമെങ്കിൽ സുരേഷ് ഗോപിയെ വെറും ഒരു ചാണക സംഖ്യയാക്കി മാറ്റി നിർത്തണം. എന്നിട്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള മുസ്ലിങ്ങളെ ഒന്ന് പിടിക്കണം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാറിനെ നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും ഒരു അവസരം എനിക്കുണ്ടായി. നമ്മുടെ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഫോൺ എടുത്തു. എന്നോടൊരു 20 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. വളരെ തിരക്കുള്ള ഒരാളായിരുന്നിട്ട് പോലും എന്നെ മനസ്സിലായിട്ട് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കോടിക്കണക്കിന് പണമാണ് മതമെന്നും ജാതിയെന്നും രാഷ്ട്രീയമെന്നും നോക്കാതെ ആളുകളെ സഹായിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തിരിക്കുന്നത്. അത്രയേറെ കടബാധ്യതയിലാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കലും എന്നോട് സഹായം ചോദിച്ചു വരുന്ന ഒരാളുടെ ജാതി നോക്കിയിട്ടില്ല, അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ സഹായം അവർക്ക് എത്തൽ അത്രമാത്രം അനിവാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ സഹായിച്ചിരിക്കും. അതിന് അവരുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, അവരെനിക്ക് വേണ്ടി 4 നല്ല വർത്തമാനം പറയണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അയാൾ പലർക്കുമായി വിനിയോഗിച്ചിട്ടാണ് അയാൾ ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ TN പ്രതാപന്മാരെ പോലെയുള്ള കള്ളന്മാർ ഇവര് മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് ചെയ്തോ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വെറും പൊറാട്ട് നാടകം മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു ചെറിയൊരു വീഡിയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മിനിറ്റിൽ ആരിഫ് ഹുസൈൻ സാർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതായത് വെള്ളിയാഴ്ച ദിവസം കുത്തുബ കഴിഞ്ഞിട്ട് കുത്തുബയുടെ അവസാനം പറയുന്ന കുറച്ച് വരികളെ കുറിച്ച് അദ്ദേഹം ചെയ്ത, എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ അറബി വാക്കുകളായതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകളുടെ ചിന്ത വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോത്തിറച്ചിയും കൂട്ടിയിട്ടുള്ള ബിരിയാണി തിന്നാനുള്ള ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള അർത്ഥം ഞാൻ പഠിച്ചിരുന്നില്ല. പിന്നീട് മതം വിടുന്നതിന് മുൻപ് തന്നെ ഇതിലെ അർത്ഥം പഠിച്ചതിന് ശേഷം മതം വിട്ടു. പിന്നീട് കൃത്യമായിട്ട് ഇത് ഓരോ വാചകങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ കേട്ടിരിക്കുന്ന ആളുകളോട് പച്ചയ്ക്ക് പറയുകയാണ്, നിന്റെ അയൽക്കാരനെ ശരിയാക്കണം, നിന്റെ അതാക്കണം ഇതാക്കണം, ഏകദൈവ വിശ്വാസികളല്ലാത്തവരെ നിനക്ക് കൊല്ലാനും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന പ്രതാപനായാലും ഇനി ഏതൊരാൾ ചെയ്തു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും ടീച്ചർ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്ര കണ്ട് ഇസ്ലാമിക പ്രീണനം നടത്തുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വോട്ട് ബാങ്ക് മാത്രമല്ല ടീച്ചർ, ഇവിടെ നമ്മൾക്കറിയാം 2012 ശേഷം ഇവിടെ സെൻസസ് എടുത്തിട്ടില്ല. ഏകദേശം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ജനസംഖ്യ എത്രയെന്നുള്ളത് പൊതുജനം സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് അറിയാനിടയില്ല, കാരണം സെൻസസ് എടുക്കാത്തത് കൊണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഇത് കൃത്യമായിട്ടും അറിയാം. അത് ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂഞ്ഞാർ ആശാനെ PC ജോർജ് ആശാനെ പോയി കണ്ട സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഒരു തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയെ കുറിച്ചും. അതുപോലെ ആ നാട്ടിലുള്ള അദ്ദേഹത്തെ തോൽപ്പിച്ച സമയത്തിന് ശേഷം ചെന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് തോറ്റതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നാരിഴ കീറി അവിടുത്തെ ഓരോ സ്ഥലത്തെ വോട്ടിന്റെ എണ്ണവും, അവിടെ എത്ര മുസ്ലിങ്ങളുണ്ട്, അവിടെ എത്ര ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട് എന്ന് എല്ലാം, അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇന്ന് കൃത്യമായിട്ടും ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞോ എന്ന് ആകെ അറിയുന്ന ഒരേ ഒരു വിഭാഗം ഇവർ മാത്രമേ ഉള്ളൂ. ഇവരുടെ വോട്ട് ബാങ്ക് മാത്രമായിരുന്നെങ്കിൽ ഇതിനു മുൻപും വോട്ട് ബാങ്ക് തന്നെയായിരുന്നു അവർ. അതല്ലാതെ വോട്ട് ബാങ്ക് ഇപ്പൊ മാത്രമൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇത്ര ശക്തമായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക, മറ്റെല്ലാത്തിനെയും കണ്ണിറുക്കി കാണിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്ക് ഈ വയനാട്ടിലത്തെ കേസ് തന്നെ എടുക്കാം. ആദ്യ പ്രതിപട്ടികയിലെ പേരുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ?
ആദ്യം പിടികൂടപ്പെട്ട 6 പ്രതികളിൽ ഒരാൾ മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു. പക്ഷെ ആ മുസ്ലിം നാമധാരിയുടെ പേര് പോലും ചാനലുകളിൽ പറയുന്നത് കേട്ടാൽ ഒരു ഹിന്ദു നാമത്തിലാണ് ഇവർ പറയുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ പ്രതി ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ റൂംമേറ്റ് ആയിരുന്നു. ഒരു വർഷത്തിലധികമായി അവന്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ആണ്. ആ റൂംമേറ്റ് ആണ് ഇവനെ തിരിച്ചു വിളിച്ചത്. അതായത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ച് എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു. ഒരു പക്ഷേ അന്ന് തിരിച്ചു വിളിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു നമ്മൾക്ക് മുൻപിൽ. പക്ഷെ ആ തിരിച്ചു വിളിക്കപ്പെട്ടവൻ ഇത് കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ മുസ്ലിം നാമധാരി തന്നെയാണ്. ആ അച്ഛൻ